പ്രൈസ് ഗോഡ്. ഇന്ന് വളരെ കാലത്തിന് ശേഷം എൻ്റെ പഴയ ഒരു സുഹൃത്തിനെയും കുടുംബത്തെയും കാണാനിടയായി. കർത്താവിന്റെ മഹത്വം. ഇപ്പം ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ സ്നാനത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചേ. സ്നാനമെന്ന് പൊതുവേ കേൾക്കുമ്പോൾ ആൾക്കാർക്ക്, ഞാനിപ്പോൾ ഓൾറെഡി ഒരു സഭയിലാണല്ലോ, സ്പെഷ്യലി ക്രിസ്ത്യാനികൾക്ക് തോന്നുന്നൊരു കാര്യം അതാ. ഇനിയിപ്പം സ്നാനപ്പെട്ടിനിയും പെന്തിക്കോസിലോട്ട് പോകണോ എന്നുള്ള വിചാരമാ മനസ്സിൽ വരുന്നത്. അപ്പൊ സ്നാനം എന്താണ്, എങ്ങനെയാണെന്നുള്ളൊരു ഒരു ഒരു ഐഡിയ വരാത്തത് കൊണ്ടും അവർ ധരിക്കുന്നതും അവരെ കേൾപ്പിച്ചിരിക്കുന്ന കാര്യം അതായതുകൊണ്ടാണ്. ഞാൻ ആയിരിക്കുന്ന സഭയില് എപ്പോഴും പറയുന്നൊരു കാര്യം, ദേവദാസന്മാർ പറയുന്നത്, ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങളുടെ അടുത്ത് സ്നാനപ്പെടാൻ വരുമ്പോൾ നിങ്ങൾ സ്നാനപ്പെടുന്നത് ഈ സഭയിലേക്ക് ചേർക്കാൻ അല്ല. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കൽപ്പന, നമ്മൾ അത് പാലിക്കുകയാണ്. ഇപ്പൊ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുക എന്നുള്ളത് കർത്താവിന്റെ ഹിതമാണ്. അപ്പൊ അത് കൊച്ചിലെ ചെയ്തിട്ടുള്ളതല്ലേ എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾക്കുള്ള പൊതുവെ ഉള്ളൊരു കാര്യം. ഇപ്പൊ മർക്കോസ് 16:16 പറയുന്ന പോലെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടും. അപ്പം വിശ്വസിക്കണം. ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ സ്നാനം എന്ന് പറയുന്ന മാമോദീസ മുങ്ങിയത, പക്ഷെ അന്നേരം എനിക്ക് വിശ്വസിക്കാനുള്ള പ്രാപ്തിയായിട്ടുണ്ടായിരുന്നില്ല. 3 മാസം 1 വയസ്സിനൊക്കെ ഉള്ളിൽ ആ ഒരു പ്രായത്തിൽ നമ്മൾ എന്ത് വിശ്വസിക്കുക. പക്ഷെങ്കിൽ നമ്മുടെ പേരൻസിന് വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അത്ര ഗൗരവത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. മാമോദീസ എന്ന് പറയുമ്പോഴേ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് ചെയ്യുന്നത് തന്റെ തലമുറയെ എത്രയും പെട്ടെന്ന് കർത്താവുമായിട്ട് കണക്ട് ആക്കണം എന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെങ്കിലേ അവിടുത്തെ ഒരു പൂർണ്ണത ഇല്ലായ്മ എന്ന് പറയുന്നത്, അവിടെ വിശ്വസിക്കുന്നത് നമ്മുടെ സ്നാനപ്പെടുത്തുന്ന ആളിന്റെ പേരൻസ് അല്ല ഗാർഡിയനാണ്. അപ്പൊ സ്നാനപ്പെടുന്ന കുഞ്ഞ് അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസ സ്നാനം എന്ന് പറയുന്ന സ്നാനം ഏൽക്കണം. അത് അവിടെ നമുക്ക് വീണ്ടും ജനനവും, വിശ്വസിക്കുമ്പോൾ നമുക്ക് വീണ്ടും അതായത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന, നമ്മൾ ദൈവരാജ്യത്തെ പറ്റി അറിയും. സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എന്തുവാ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. അപ്പം ആ ഒരു പരിജ്ഞാനം നമുക്കുണ്ടാകണം. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സഭയിലോട്ട് ചേർക്കപ്പെടുക അല്ല, അത് ദൈവത്തിന്റെ രാജ്യത്തിലെ എൻട്രിയാണ്. ഗോഡ് ബ്ലസ് യു.